Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖത്തറിൻ്റെ നേർചിത്രം ദോഹ സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദോഹ സ്റ്റോറീസിൽ ആദ്യമായി പോയ വാരക്കാഴ്ചകൾ കാണാം. നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ സീസൺ 5 ജൈവ കൃഷി വിളവെടുപ്പുത്സവം അബു ഹമൂർ സുഡാനി സ്കൂൾ സ്പോർട്സ് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ അംബര പവിത്രൻ, മീന ഫിലിപ്പ്, ജിഷ കൃഷ്ണൻ, അനി തോമസ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഭക്ഷ്യമേളയും കലാവിരുന്നും ഉണ്ടായിരുന്നു. ഖത്തറിലെ ബിർള പബ്ലിക് സ്കൂളിൽ ശ്രീ ശശി തരൂർ MP വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ചുറ്റും നടക്കുന്ന സത്യങ്ങളെ തിരിച്ചറിയണമെന്നും പഠന വിഷയങ്ങളിലെ നിരൂപണങ്ങളും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നതിലൂടെ പഠനം മികച്ചതും ലളിതവുമാകുന്നു എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയുമുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ P. കുമരൻ, ബിർള സ്കൂൾ ചെയർമാൻ ലൂക്കോസ് ചാക്കോ, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ മോഹൻ തോമസ്, CV റപ്പായ്, മരിയ തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഷേർലി റപ്പായ് തുടങ്ങിയവർ പങ്കെടുത്തു. ടോപ്മോസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ സഹോദര സ്ഥാപനം സ്ട്രാറ്റജി ഇന്റർനാഷണൽ ട്രേഡിംഗ് WLL ഖത്തറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒറിക്സ് റൊട്ടാന ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടോപ്മോസ് ഗ്രൂപ്പ് CMD അബീഷ് മുഹമ്മദ്, CFO സജി തോമസ്, കൊമേഴ്ഷ്യൽ മാനേജർ ആസാദ് അറക്കൽ, ജനറൽ മാനേജർ അബ്ബാസ് മുക്കാടം, ഖത്തർ ഓപ്പറേഷണൽ മാനേജർ രാജേഷ് എന്നിവർ പങ്കെടുത്തു. വലിയ വേളി വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ഖത്തറിലെ വേളി ഇടവക ജനങ്ങൾ ഖത്തർ അവർ ലേഡി റോസറി ചർച്ചിൽ മംഗളമായി ആഘോഷിച്ചു. വേളി വെൽഫെയർ മൂവ്മെന്റിന്റെ ജനറൽ മീറ്റിംഗിൽ പ്രസിഡന്റായി മിസ്റ്റർ പോളി ദാസിനെയും സെക്രട്ടറിയായി മിസ്റ്റർ സ്റ്റാൻസിലസ് തോമസിനെയും ട്രഷററായി മിസ്റ്റർ മോസസിനെയും 4ാമത് വർഷവും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഏഷ്യനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന പരിപാടിയിൽ വിജയിച്ച് ഇന്ത്യയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഏഷ്യനെറ്റ് ന്യൂസും പ്രസ്4 മീഡിയയും ചേർന്ന് സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഏഷ്യനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ഇന്ത്യയുടെ സ്പന്ദനം കണ്ടറിയാൻ പ്രവാസി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഖത്തറിൽ നിന്ന് വിജയികളായ അനന്യ മനോജ്, വൈദേഹി പൂജാരി എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് ബിർള പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ദോഹ ബാങ്ക് CEO ഡോക്ടർ R. സീതാരാമൻ, പത്നി സംഗീത സീതാരാമൻ, ബിർള പബ്ലിക് സ്കൂൾ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ മോഹൻ തോമസ്, പത്നി തങ്കം മോഹൻ തോമസ്, ICC വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് നായർ, ഏഷ്യനെറ്റ് ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഹെഡ് സൂരജ് കുമാർ, ഏഷ്യനെറ്റ് ന്യൂസ് ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ അടൂർ, ഏഷ്യനെറ്റ് ന്യൂസ് AGM ആക്ടിവേഷൻസ് റജി റഫീഖ്, പ്രസ്4 മീഡിയ CEO B. ബാലചന്ദ്രൻ, ICC മുൻ പ്രസിഡന്റ് ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം സംസാരിക്കുന്നതിന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് കടപ്പെട്ടിരിക്കുന്നു. MG രാധാകൃഷ്ണൻ എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചീഫ് എഡിറ്ററിനോട് ഞങ്ങൾ അതിന് കടപ്പെട്ടിരിക്കുന്നു. India is the cradle of the human race.
the birthplace of human speech, the mother of history, the philosophy encapsulated in the ancient words Vasudhaiva Kutumbakam. By 2025, India is going to be a $5 trillion economy. Arguably, as double of what we are seeing today, and by 2030, India is going to be the top 3 economies in the world. What's happening in India is nowhere else in the world. In terms of scorecard, IMF, International Monetary Fund, has said is the best performing economy in the world. It continues to be so. It's going to be 7.5% for this year, possibly again next year. Extraordinary momentum, the energy which we are seeing in India, nowhere in the world. And our children and grandchildren are going to be very well off. Let's be proud of our unity in diversity and diversity in unity. It's a melting pot. Look at the character depiction of various dance forms. India is globalizing in terms of dance, whether it's Kuchipudi or Kathakali or Mohiniyattam or Odissi or Kathak. Everything is getting globalized, and I have seen in many parts of the world Indian dances. Indian films are getting globalized. Indian literature is getting globalized. Indian cinemas are getting globalized, whether it is Kollywood or Bollywood or Hollywood. You know, it's extraordinary character depiction. Indian cinemas today talk of the world. In literature, Indian food around the world is very famous now. The curry houses world over, Australia to America, is a healthy one, and it's extraordinary a feel to see that India in front of our eyes is truly getting recognized around the world, and we definitely should be proud of. And I compliment the Asianet in bringing this concept, proud to be an Indian. We are truly deserving meritocracy in real order. Indian citizens are second to none. Our hard work, our commitment, our honesty, our integrity, we are second to none. And we are contributing for this economy as well. And this year happened to be Qatar India Cultural Festival year. And we are going to have more and more unison within India and Qatar. We are proud, truly reflecting character of Indianness around the world. I welcome each one of you to this gathering, which is organized by Press for Media, our representatives here. Please do watch Doha Stories, the local program produced by Press for Media for Asianet News, which is a Qatar-based program. Also here, I wish to congratulate the smart students from Qatar, Ananya Manoj and Vaidehi Pujari, who won this year's prestigious Proud to be an Indian entry from Doha. Proud to be an Indian is Asianet News' flagship event, connecting students, Indian students in Middle East to India's rich cultural heritage and India as an emerging country in the world.
प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजाम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे हरं सर्पहारं चिताभूविहारं भवं वेदसारं सदा निर्विकारम् श्मशाने वसन्तं मनोजं दहन्तं शिवं शङ्करं शम्भुमीशानमीडे Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org. Every corporate have a social responsibility, but the way Asianet is showing their corporate responsibility is so different, to incite a sense of proudness, esteem of their country in their mind when they are young. This is what was lacking all these years. ഖത്തറിലെ പ്രൗഡ് ടു ബി ഇന്ത്യൻ പരിപാടിയുടെ സ്പോൺസേഴ്സായ കണ്ണൂർ എയർപോർട്ട് ഡയറക്ടറും ഐഡിയൽ സ്കൂൾ പ്രസിഡന്റുമായ ഹസൻ കുഞ്ഞ്, വൈറ്റ്ഫീൽഡ് ഗ്രൂപ്പ് MD NE അബ്ദുൽ അസീസ് കൊയിലാണ്ടി, SKM ഗ്രൂപ്പ് CEO സുധീഷ് സുബ്രഹ്മണ്യൻ, ബ്രില്യൻസ് ഗ്രൂപ്പ് CEO മുഹമ്മദ് അഷ്റഫ്, അവൻസ് ട്രാവൽസ് CEO നിഷാദ് നാസർ, അസിം ടെക്നോളജീസ് CEO ഷഫീഖ് കബീർ, ഫാമിലി ഫാർമസി ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് പ്രവീൺ ഷെണോയ്, ഡോക്ടർ സമീർ കലന്തൻ, ജർമ്മൻ ഫിറ്റ്നസ് സെന്റർ CEO VM റിയാസ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ കലാവിരുന്നുകൾ ദോഹ സ്റ്റോറീസിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി വന്ന ഖത്തറിന്റെ കലാവേദികളിൽ നിറസാന്നിധ്യമായ ദേവിക രാജീവ് എന്ന മിടുക്കിയുടെ വിശേഷങ്ങളിലേക്ക്. സ്വർഗാരോഹണ വീതിക്കരകൾ
ഇതാണ് ദേവിക. നമുക്ക് ദേവികയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ദേവിക എവിടെയാണ് പഠിക്കുന്നത്? ബെല്ല പബ്ലിക് സ്കൂൾ. ഏത് ക്ലാസ്സിലാണ്? 8th. ദേവിക എവിടെയാണ് പാട്ട് പഠിക്കുന്നത്? സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ. എത്ര വർഷമായി പാട്ട് പഠിക്കാൻ തുടങ്ങി? 7 വർഷമായി. അപ്പോൾ ഒരു 2 വരികൾ പാട്ടിനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരൂ. തും ന ജാനേ കിസ് ജഹാൻ മേ ഖോ ഗയേ हम भरी दुनिया में तन्हा हो गए तुम न जाने किस जहां में खो गए. ദേവിക പാട്ടിൽ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതോ വേറെ വല്ല ഹോബീസ് ഉണ്ടോ? ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്? അഭിനയ. എത്ര വർഷമായി പഠിക്കുന്നത്? 3 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ സ്റ്റേജ് ഷോസിലും കോമ്പറ്റീഷൻസിലൊക്കെ പാടുക അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇവിടെ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം എൻ്റെ ടീച്ചർ കലാമണ്ഡലം സീനിയറിൻ്റെ ടീച്ചർ ഗുരു കശേമാവതി ടീച്ചറിൻ്റെ അവിടെ ഡാൻസ് കളിച്ചു. പിന്നെ ഹൈദരാബാദിൽ ഒരു ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിന്നെ അനുപമ മോഹൻ ടീച്ചറിൻ്റെ അടുത്ത് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ദോഹയിൽ തന്നെ ICC ഫെസ്റ്റിനും സ്കൂളിൽ ബിർള ഫെസ്റ്റിനൊക്കെ ഡാൻസും പാട്ടും എല്ലാം. ഓക്കെ, ഫൈൻ. അപ്പം ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പം സ്കൂൾ അക്കാഡമിക്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്? അക്കാഡമിക്സിലൊക്കെ കുഴപ്പമില്ല. ടീച്ചറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട്? സപ്പോർട്ടാണ്. അപ്പോൾ ഡാൻസും പാട്ടും പിന്നെ അക്കാഡമിക്സും അപ്പം എല്ലാം കൂടി മാനേജ് ചെയ്യണം. എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? എല്ലാത്തിനും ടൈം ഷെഡ്യൂളൊക്കെ ഇതാക്കി പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്ക് ഇങ്ങനെ മടി വരുമ്പോൾ അമ്മയെല്ലാം ഇങ്ങനെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇവിടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും. അപ്പം വീട്ടിലാരെങ്കിലും പാട്ടൊക്കെ പാടുമോ? അച്ഛൻ പാട്ട് പാടും. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. A new landmark in Qatar for quality healthcare services and affordable care is closer to you at Al Mamoura. Now, Badr Al Sama Medical Center is relocated from Abu Hamur to Halal Street, Al Mamoura. Badr Al Sama Medical Center, Al Mamoura, Doha, Qatar. We invite all veggie lovers to the world of variety taste. You can have the lunch in traditional banana leaf, varieties of South Indian, North Indian vegetarian and also Chinese dishes. We serve you in a homely atmosphere. Sasya Pure Veg Restaurant. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of heavy equipments, container transport, manpower supply and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com. Otis, the trendsetter, now available at major hypermarkets and supermarkets in Qatar. ദേവിക ഏതോ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലോ.
മമ്മൂക്കയുടെ ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു അതിലെ എക്സ്പീരിയൻസസ്? അവിടെ ചെന്നപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ അവർ കുറേ അത് സീൻ പറഞ്ഞു തന്നു. പിന്നെ അവർ കുറേ ടേക്ക് എടുത്തു, അങ്ങനെ ചെയ്തു. കുട്ടനാടൻ ബ്ലോഗിൽ ഏത് ക്യാരക്ടറാണ് അഭിനയിച്ചത്? റായ് ലക്ഷ്മിയുടെ ചെറുപ്പകാലം. ഓക്കെ ഫൈൻ. അപ്പോൾ FCCയിലൊക്കെ എന്തോ കവിതയൊക്കെ പാടിയെന്ന് കേട്ടല്ലോ. അപ്പം FCCയിൽ കവിതാ കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രൈസ് കിട്ടാറുണ്ട്. അപ്പം ഒരു 2 വരെ നമുക്ക് വേണ്ടി കവിത. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ, നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിയിങ്ങത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കും. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ, നിൻരഥമെൻ്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ പൊഴിച്ചൊരാം മിഴികളെന്നേക്കു ചായുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ? എന്താണ് ദേവികേൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം അടുത്ത് MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഒരു ഡിവോഷണൽ ആൽബത്തിൽ പാടിയിരുന്നു. അത് അപ്കമിങ് പ്രൊജക്റ്റാണ്. പിന്നെ കുറേ ഫിലിം പ്രൊജക്ട്സ് വന്നു. പക്ഷേ അച്ഛൻ്റെ ജോലി അതും പിന്നെ സ്കൂളിൽ ഇത് എക്സാമൊക്കെയാണ്, അപ്പം പോകാൻ പറ്റിയില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സയൻറ്റിസ്റ്റ് ആവാനാണ് ഇഷ്ടം. ഖത്തർ പെട്രോളിയത്തിൽ ജോലി ചെയ്യുന്ന രാജീവ് ബാലാമണി ദമ്പതികളുടെ മകളായ ദേവിക രാജീവ് ഖത്തറിലെ കലാവേദികളിൽ നിറസാന്നിധ്യമായ ഈ മിടുക്കി നൃത്തത്തിലും സംഗീതത്തിലും കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. വളർന്നു വരുന്ന ഈ കുഞ്ഞു പ്രതിഭ കലാസാംസ്കാരിക രംഗത്ത് ഒരു മുതൽക്കൂട്ടായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദോഹ സ്റ്റോറീസിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways.